ഒരുപാട് കാലത്തിന് ശേഷം ഇന്നാണ് കേട്ടോ ഞാൻ പഠിച്ച എൻ്റെ കലാലയത്തിൽ ഒന്ന് സന്ദർശിച്ചത് കണ്ണൂർ എസ് എൻ കോളേജ്. ഞായറാഴ്ച ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ലെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ചതയവും ശ്രീനാരായണ ജയന്തിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. NSS വോളണ്ടിയേഴ്സൊക്കെ ആയിട്ട് കോളേജ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ CAയുടെ എക്സാമും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിലൂടെ നടന്നു നീങ്ങി. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാതകളൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ NSS റൂം എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പഠിച്ചിരുന്ന എൻ്റെ കോളേജിലെ എൻ്റെ സ്വന്തം NSS റൂം. ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുള്ളൊരു മുറിയാണ് കേട്ടോ ഇത്. പഠിക്കുന്ന കാലത്തിൽ ഞാനും ഒരു NSS വോളണ്ടിയർ ആയിരുന്നു, കൂടാതെ NSSൻ്റെ സെക്രട്ടറിയും. അവിടുന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ആ ഫ്രീഡം വാൾ ശ്രദ്ധയിൽപ്പെട്ടത്. NSSൻ്റെ ഫ്രീഡം വാൾ എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കൂ. നല്ല ഭംഗിയില്ലേ കാണാൻ. പെട്ടെന്നാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എൻ്റെ സ്വന്തം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിലേക്ക് വന്നത്. ഇവിടെയാണ് കേട്ടോ ഞാൻ പഠിച്ചത്. 3 വർഷം എൻ്റെ പഠനം പൂർത്തിയാക്കിയത് ഈ ക്ലാസ് മുറികളിലായിരുന്നു. ആ മാവിൻ്റെ മുകളിൽ അവർ ഭംഗിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് എഴുതി തൂക്കിയിട്ടുണ്ട്. ഈ നേരെ കാണുന്നതാണ് HODയുടെ മുറിയും കാര്യങ്ങളൊക്കെ. കണ്ടോ, മനോഹരമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. തൊട്ടടുത്താണ് ലാംഗ്വേജ് ബ്ലോക്ക്. ഇവിടെയും ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ പോയി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇൻ്റർലോക്കൊന്നുമില്ല. മരത്തിൻ്റെ ചപ്പൊക്കെ വീണ് അടിപൊളി രസമായിരുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ആ ബ്ലോക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഹിസ്റ്ററിയും മലയാളവും മാത്സും ഒക്കെയുള്ള ഒരു ബ്ലോക്ക്. പക്ഷേ ഇപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് താഴോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്സും എക്കണോമിക്സും മലയാളവും മാത്രമേ അവിടെയുള്ളൂ. മലയാളം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അമേദ്യമായ ഒരു ബന്ധമുണ്ട് കേട്ടോ. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ലൊരു സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതാണ് നമ്മുടെ സ്വന്തം കൊമേഴ്സ് ബ്ലോക്ക്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ്. ഇതാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ്. അതിന് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. തൊട്ടടുത്തൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അങ്ങനെ കോളേജ് മുഴുവൻ ചുറ്റിക്കറങ്ങി കോളേജിലെ ഓർമ്മകളും അയവിറക്കി വീണ്ടും ഞാൻ ആ കോളേജിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഒരിക്കൽ കൂടി ഒരുപാട് വേദനകളോടെ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് വീണ്ടും എൻ്റെ കോളേജിനോട് വിടാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.